ഓക്കെ ഹായ് എവ്രി വൺ, എല്ലാവരുടെയും ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ട് എല്ലാവരും അസൈൻമെൻ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്പേർഷൻ ആയിരുന്നു ടോപ്പിക്ക്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോകണം. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പറയുന്നത് ഫൈബർ മെറ്റീരിയൽസിനെ കുറിച്ച്, അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്, നമുക്ക് ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫൈബർ മെറ്റീരിയൽസ് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു മേക്ക് ലോങ് ആൻഡ് തിൻ ഫ്ലെക്സിബിൾ ഫൈബേഴ്സ്. പിന്നെ അതേപോലെ മെറ്റീരിയൽ മസ്റ്റ് ബി ട്രാൻസ്പെറൻറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഒപ്റ്റിക്കൽ വേവ് ലെങ്ത് ടു ഗൈഡ് ലൈറ്റ് എഫിഷ്യൻ്റ്. അതായത് ഒരു ലൈറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്തിൽ നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്തായിരിക്കണം? ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സോ ദാറ്റ് ദ ലൈറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഇഫക്റ്റീവ്ലി. പിന്നെ പറയുന്നത് കോമ്പാറ്റബിൾ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് സ്ലൈറ്റ്ലി different refractive indices for core and cladding must be available. അതായത് നമ്മൾ ക്ലാഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോർ മെറ്റീരിയലിന് എന്ത് ചെയ്യണം? ചെറിയൊരു ഡിഫറൻസ് വരുത്താണ്. ഒന്നെങ്കിൽ എന്തെങ്കിലും ഡോപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സിന് അണ്ടർഗോ ചെയ്യും, അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം. ചെറിയൊരു ചേഞ്ചിലൂടെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കണം. ഇനി എക്സാമ്പിൾ പറയുന്നതാണ് ഗ്ലാസും പ്ലാസ്റ്റിക്കും. പിന്നെ നമുക്കറിയാം നമ്മൾ ലോങ് ഡിസ്റ്റൻസിന് യൂസ് ചെയ്യുന്നത് എന്താണ്? ഗ്ലാസ് ആണ് യൂസ് ചെയ്യുക, ബിക്കോസ് ഇറ്റ്സ് മോർ എഫിഷ്യൻറ്റ്. ഷോർട്ട് ഡിസ്റ്റൻസിനാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യും. ഇനി ഫൈബർ മെറ്റീരിയൽ ടൈപ്സ് പറയുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഗ്ലാസ് ഫൈബേഴ്സ് ആണ്. ദേ ആർ മെയ്ഡ് ബൈ ഫ്യൂസിങ് മെറ്റൽ ഓക്സൈഡ്, സൾഫേറ്റ്സ് ആൻഡ് സെലനൈറ്റ്സ്. ഇതിൻ്റെയൊക്കെ ഫ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്ലാസ് ഫൈബേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി റാൻഡംലി കണക്റ്റഡ് മോളിക്കുലർ നെറ്റ്വർക്ക് ആയിരിക്കും ഇതിനുണ്ടാവുക. അതുപോലെ തന്നെ ഇറ്റ് ഡസൻ ഹാവ് എ വെൽ ഡിഫൈൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്. ഇനി മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് SiO2 ആണ്. SiO2ൻ്റെ കേസ് ആണെങ്കിൽ നമ്മൾ ക്ലാഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫ്ലോറൈഡ് അല്ലെങ്കിൽ അതർ ഓക്സൈഡ്സ് നമ്മൾ ഇതിനകത്തേക്ക് ഡോപ്പ് ചെയ്യും. സെക്കൻഡ് വൺ വരുന്നതാണ് ഹാലൈഡ് ഗ്ലാസ് ഫൈബേഴ്സ്. ഓക്കെ, ഹാലൈഡ് ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ ട്രാൻസ്മിഷൻ ലോസ് ആണ്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലൂറൈഡ് ഗ്ലാസ്സിന്, ഒരു ഹാലൈഡാണ് ഫ്ലൂറൈഡ് അല്ലേ, അപ്പം ഫ്ലൂറൈഡ് ഗ്ലാസിൻ്റെ ലോസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.01 മുതൽ 0.001 ഡെസിബൽ പെർ കിലോമീറ്റർ, അത്രയും ലോസ് ആയിരിക്കും ഉണ്ടാവും. ഇനി മേജർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ZrF4 ആണ്. അതുപോലെ തന്നെ ക്ലാഡിങ്ങിനാണെങ്കിൽ സെർലിയം അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഹാലൈഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നീഡ് അൾട്രാ പ്യുവർ മെറ്റീരിയൽസ് ഫോർ ഫാബ്രിക്കേഷൻ, ഗ്ലാസ് പ്രോൺ ടു ഡിവിട്രിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ ഹാലൈഡ് ഗ്ലാസ് ഫൈബേഴ്സ് ആണെങ്കിൽ ഫാബ്രിക്കേഷന് വേണ്ടി നമുക്ക് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് വൺ വന്നിട്ട് ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സ്. അതിൻ്റെ പറയുന്നത് റെയർ എർത്ത് എലമെൻറ്റ് യൂസേജ് ഗീവ്സ് ന്യൂ ഒപ്റ്റിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ക്യാൻ ഡു ആംപ്ലിഫിക്കേഷൻ, അറ്റന്യൂയേഷൻ, റീടാർഡേഷൻ എക്സെട്ര ഓൺ ലൈറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫൈബേഴ്സാണ് നമ്മൾ ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. എർബിയം ആൻഡ് നിയോഡിമിയം ആർ കോമൺലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. അതായത് റെയർ എർത്ത് എലമെൻറ്റ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എവിടെ? ആക്റ്റീവ് ഗ്ലാസ് ഫൈബേഴ്സിൽ. ഇനി ഫോർത്ത് വൺ വരുന്നതാണ് പ്ലാസ്റ്റിക് ക്ലാഡ് ഗ്ലാസ് ഫൈബേഴ്സ്, യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷൻ, അതായത് ഫ്യൂ 100 മീറ്റേഴ്സ് അങ്ങനെയുള്ള കേസിൽ. ഹൈ ലോസസ് മസ്റ്റ് ബി ടോളറബിൾ. അതുപോലെ സിലിക്ക കോർസ് പ്ലസ് പോളിമർ ക്ലാഡിങ്. കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കയും ക്ലാഡിങ് ആയിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓൺലി യൂസ്ഡ് ഫോർ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സ്. സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബേഴ്സിന് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാറുള്ളൂ. ലാർജർ കോർ ഡയമീറ്റേഴ്സ് ആർ യൂസ് കമ്പയർഡ് വിത്ത് ഗ്ലാസ് ഫൈബേഴ്സ് ആൻഡ് ചീപ്പ്. അതുപോലെ ചീപ്പാണ്. അതുപോലെ തന്നെ കോർ ഡയമീറ്റർ എന്തായിരിക്കും? മറ്റതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാർജ് ആയിരിക്കും. ഇനി പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷൻ. അതും 100 മീറ്റേഴ്സ് വരെയുള്ള ഡിസ്റ്റൻസിന്, അതായത് ഇവിടെ നമ്മൾ എന്താണ് കോറും നമ്മൾ എടുക്കുന്ന പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അത് വളരെ ചെറിയ ഡിസ്റ്റൻസ്, ബിലോ 100 മീറ്റേഴ്സ്, അതിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹയർ ലോസസ് ഉണ്ട്. പ്ലാസ്റ്റിക് ക്ലാഡിങ് മാത്രമുള്ളതിനേക്കാളും ലോസ് ഇവിടെ കൂടുതലായിരിക്കും, പക്ഷേ എല്ലാത്തിനേക്കാളും ചീപ്പർ ആയിരിക്കും. ഇനി ഫൈബർ ഫാബ്രിക്കേഷന് 2 മെത്തേഡാണ് മെയിനായിട്ടുള്ളത്. 2 basic methods used for all glass optical fiber cable are direct melt method. അതായത് ട്രഡീഷണൽ മെത്തേഡാണത്. ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം മോൾട്ടൺ സിലിക്കേറ്റ് ഗ്ലാസ് കോമ്പൗണ്ട്സ്. അതായത് മോൾട്ടൺ സിലിക്കേറ്റ് ഗ്ലാസ് കോമ്പൗണ്ട്സിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് വേപ്പർ ഫേസ് ഓക്സിഡേഷൻ. അപ്പം ഇത് രണ്ടും നമുക്ക് പഠിക്കാണ്ട്, അതാണ് ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ആ ഫസ്റ്റ് കേസാണ് നമ്മുടെ മോൾട്ടൺ എന്ന് പറയുന്നതാണ് ലിക്വിഡ് ഫേസ് ടെക്നിക്സ്. പിന്നെ സെക്കൻഡ് വൺ വേപ്പർ ഫേസ്. അപ്പം നമുക്ക് ലിക്വിഡ് ഫേസ് എന്താണെന്ന് നോക്കാം.
Preparation of ultra pure material powders, which are usually oxides or carbonates or of the required constituents, which will decompose into oxides during glass melting. അതായത് മെൽറ്റിങ്ങിൻ്റെ സമയത്ത് ഇതെന്ത് ചെയ്യും, നമ്മുടെ ഓക്സൈഡ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഡിക്കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, SiO2 ഇതൊക്കെ എന്തായിട്ട് റെഡ്യൂസ് ചെയ്യും, ഓക്സൈഡായിട്ട് ഡിക്കമ്പോസ് ചെയ്യും. ദ പ്യൂരിഫിക്കേഷൻ ഇൻവോൾവ് ഫൈൻ ഫിൽട്രേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ. ഫിൽട്രേഷനും പ്രസിപ്പിറ്റേഷനും ഒക്കെ എന്താണെന്ന് അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ എന്താ പറയുന്നത്, അത് ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡിമെൻറ്റേഷൻ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോളോഡ് ബൈ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ ബിഫോർ റീക്രിസ്റ്റലൈസേഷൻ ആൻഡ് ഫൈനൽ ഡ്രൈയിങ് ഇൻ വാക്വം ടു റിമൂവ് എനി റെസിഡ്യൽ OHs എന്ന് വെച്ചാൽ വാട്ടർ പ്രസൻസ് ആണ് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഫിൽട്രേഷൻ ഉണ്ട്, പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, പിന്നെ സോൾവെൻറ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് റീക്രിസ്റ്റലൈസേഷൻ ചെയ്യും, പിന്നെ ഫൈനൽ ഡ്രൈയിങ്ങും. The next stage is to melt these high purity powdered low melting point glass materials to form a homogeneous bubble free multi component glass. അപ്പോൾ അങ്ങനെ ഫോം ചെയ്ത ആ മെൽറ്റിനെ നമ്മൾ മോൾട്ടൺ ഫോമിനെ നമ്മൾ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യും. അതായത് പൗഡേർഡ് ഫോമിലായിരിക്കും നമുക്ക് പ്രസിപ്പിറ്റേഷനൊക്കെ സംഭവിച്ച് കിട്ടുന്നത്. അതിനെ നമ്മൾ വീണ്ടും മെൽറ്റ് ചെയ്യും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേരിയേഷൻ മേ ബി അച്ചീവ്ഡ് ബൈ ഐദർ ചേഞ്ച് ഇൻ ദ കമ്പോസിഷൻ ഓഫ് ദ various constituents or by ion exchange when the materials are in molten bits. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്തേക്ക് എന്തെങ്കിലും പ്രോസസ്സിന് ചേഞ്ച് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ചേഞ്ച് വരുത്തുന്നത്. The melting of these multi-component glass systems occurs at relatively low temperatures between 900 and 1300 Kelvin degrees Celsius and may take place in സിലിക്ക ക്രൂസിബിൾ. സിലിക്ക ക്രൂസിബിളാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇനി ഫൈബർ ഡ്രോയിങ് വന്നിട്ട് മേക്ക് ദ യൂസ് ഓഫ് റോഡ് ഇൻ ദ ട്യൂബ് പ്രോസസ്. അതായത് ഒരു റോഡിൻ്റെ യൂസ് ഉണ്ട്, അതായത് ഫൈബർ ഡ്രോയിങ് ആണ് ഇവിടെ പറയുന്നത്. റോഡ് ഓഫ് കോർ ഗ്ലാസ് വാസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ട്യൂബ് ഓഫ് ക്ലാഡിംഗ് ഗ്ലാസ് and the perform was drawn in a vertical muffle furnace. This technique was useful for the production of step index fibers with large core and cladding diameters. Graded index fibers are produced by liquid phase techniques has concentrated on the double crucible method. In this method, the core and cladding glass in the form of separate rods is fed into two concentric platinum crucibles. ആ മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് വഴിയെ തരാം കേട്ടോ. PPT തരുമ്പോൾ അതിനകത്ത് അയച്ചു തരാം ഈ പിക്ചറും. ദ അസംബ്ലി ഈസ് യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ എ മഫിൾ ഫർണസ് കേപ്പബിൾ ഓഫ് ഹീറ്റിംഗ് ദ ക്രൂസിബിൾ contents to a temperature of between 800 and 1200 degrees Celsius. The crucible have noses in their bases. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കാര്യമൊന്നും പറയുന്നില്ല. ഫസ്റ്റ് മെത്തേഡാണ് മോൾട്ടൺ മെത്തേഡ് എന്ന് പറഞ്ഞു. അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വേണമാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതാണ് വേപ്പർ ഫേസ് ഓക്സിഡേഷൻ. Highly pure vapors of metal halides like SiCl4, GeCl4, etc. react with oxygen to form white powder of SiO2 particles. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തുമായിട്ട് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് SiO2 പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. The particles are then collected on the surface of bulk glass and are then sintered to form a rod or tube. Okay, പ്രീഫോം എന്നാണ് അതിനെ പറയുന്നത്. ഇറ്റ് ഈസ് 10 to 25 millimeter in diameter and 60 to 120 millimeter long. അപ്പോൾ പാർട്ടിക്കിൾസ്, ഈ ഫോം ചെയ്ത പാർട്ടിക്കിൾസ് ഒരു ബൾക്ക് ഗ്ലാസിൻ്റെ മുകളിൽ ഒരു റോഡായിട്ട് ഫോം ചെയ്യും. ആ പ്രീഫോം എന്ന് പറയുന്ന റോഡായിട്ട് ഫോം ചെയ്യും. എത്ര ഡയമീറ്ററുള്ള? 10 to 25 millimeter ഡയമീറ്ററും 60 to 120 millimeter ലോങ്ങും ആയിട്ടുള്ളത്. Fibers are then made from this preform using the fiber drawing apparatus. അപ്പോൾ ഇതാണ് വേപ്പർ ഫേസ് ഓക്സിഡേഷൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. Preform is precision fed and heated using a drawing furnace. Here preform is softened to a point where it can be drawn into very thin filament which becomes the optic fiber. അപ്പോൾ ഈ പ്രീഫോമിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട്, അതായത് ഹീറ്റ് ചെയ്യുക എങ്ങനെയാണോ അത് ഹീറ്റ് ചെയ്യായിരിക്കും. കാരണം നമുക്കിത്
എത്രമാത്രം സോഫ്റ്റ് ആക്കാമോ അത്രമാത്രം സോഫ്റ്റ് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് തിൻ ഫൈബേഴ്സായിട്ട് വരച്ചെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ടേണിംഗ് speed of the take-up drum determines how fast the fiber is drawn and also thickness of the fiber. ഇവിടെ നിങ്ങൾക്ക് എന്താ ടേക്കപ്പ് ഡ്രം കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുന്നതാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഫൈബറിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ ഫൈബർ എത്ര സ്പീഡിലാണ് ഫൈബർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ പ്രിസൈസ് റൊട്ടേഷൻ റേറ്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ്. ഓക്കെ. To protect the fiber from external impurities like dust and water, an elastic coating is applied immediately after it is drawn. ഓക്കെ. അപ്പോൾ ഡ്രോൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലാസ്റ്റിക് കോട്ടിങ് അതിന് മുകളിലൂടെ ചെയ്തിടും. ബിക്കോസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസിൽ നിന്നും നമ്മുടെ ഫൈബറിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും മതി. വേപ്പർ ഫേസിൻ്റെ ടൈപ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.